ഹായ് ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് റേഷ്യോ ഓഫ് സെലക്ടഡ് ടു അൺസെലക്ടഡ് കാൻഡിഡേറ്റ്സ് വാസ് 14:10, 14:25. ഒരു ഇന്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അതിനകത്ത് സെലക്ടഡ് ടു അൺസെലക്ടഡ് കാൻഡിഡേറ്റ്സിന്റെ റേഷ്യോ 14:25 ആണ്. 35 ലെസ് ഹാഡ് അപ്ലൈഡ് ആൻഡ് 10 ലെസ് സെലക്ടഡ്. അപ്ലൈ ചെയ്തപ്പോൾ 35 ആൾക്കാർ കുറച്ചാണ്, 35 ആൾക്കാർ കുറവായിരുന്നു അപ്ലൈ ചെയ്തിട്ടുള്ളതും 10 പേരെ കുറച്ചായിരുന്നു സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ റേഷ്യോ ആക്ച്വലി സെലക്ടഡ് ടു അൺസെലക്ടഡ് എന്നുള്ള റേഷ്യോ 3:5 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഹു ഹാഡ് അപ്ലൈഡ് ഫോർ ദ ജോബ്? എത്ര പേര് അപ്ലൈ ചെയ്തെന്നാണ് പറയുന്നത്. ഇതൊരു റേഷ്യോ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ഒരു റേഷ്യോ വന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു, കുറച്ച് പേര് ആ റേഷ്യോയിൽ നിന്ന് എന്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. 35 ലെസ് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, 10 ലെസ് ആൾക്കാരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ചേഞ്ച് വന്നിട്ട് ഒരു ഫൈനൽ റേഷ്യോ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം ആദ്യത്തെ റേഷ്യോ 14:25. പക്ഷെ 14:25 എന്ന് വെച്ചാൽ എന്താണ്? സെലക്ടഡ് ടു അൺസെലക്ടഡ് ആണ്. പക്ഷെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് എന്ന് പറഞ്ഞാൽ 35 ലെസ് ഹാഡ് അപ്ലൈഡ് ആൻഡ് 10 ലെസ് സെലക്ടഡ് ആണ്. ഓക്കെ, അപ്പം ചേഞ്ച് പറഞ്ഞിരിക്കുന്നത് സെലക്ടഡിന്റെയും അപ്ലൈഡിന്റെയാണ്. അപ്പം റേഷ്യോയിൽ നമ്മൾ അപ്ലൈഡ് ഈസ്റ്റ് സെലക്ടഡ് റേഷ്യോ. ഓക്കെ, എത്ര പേര് അപ്ലൈ ചെയ്തു ഈസ്റ്റ് എത്ര പേര് സെലക്ടഡ്. ഓക്കെ, 14 പേരെ സെലക്ട് ചെയ്ത് 25 പേരെ അൺസെലക്ട് ചെയ്യുന്ന വെച്ചാൽ മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 39 പേര് അല്ലേ? 14+25 39. അപ്പം ഇനീഷ്യൽ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്ലൈഡ് 39ഉം ഇനിഷ്യൽ റേഷ്യോ ഓഫ് അപ്ലൈഡ് ടു സെലക്ടഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 39:14 ആണ്. ഓക്കെ, 39:14. അതായത് 39 ആൾക്കാർ അപ്ലൈ ചെയ്തു, അതിൽ 14 പേരെ സെലക്ട് ചെയ്തു. ഇനി ഫൈനൽ റേഷ്യോ എന്താണ്? ഫൈനൽ റേഷ്യോ ഓഫ് അപ്ലൈഡ് ടു സെലക്ടഡ് ആൾക്കാർ. സെലക്ടഡ് ടു അൺസെലക്ടഡ് അല്ല, കാരണം ചേഞ്ച് പറഞ്ഞേക്കുന്ന എത്ര പേര് കുറച്ച് അപ്ലൈ ചെയ്തു എന്നുള്ളത്, എത്ര പേര് കുറച്ച് അൺസെലക്ട് ചെയ്തു എന്നുള്ളതല്ല ചേഞ്ച് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അപ്ലൈഡ് ടു സെലക്ടഡ് റേഷ്യോനെ ഇതിൽ എടുക്കണം. 3 ആൾക്കാർ സെലക്ട് ചെയ്യുകയും 5 ആൾക്കാരെ അൺസെലക്ട് ചെയ്യുകയും ചെയ്താൽ മൊത്തം എത്ര ആൾക്കാരാണ്? 8 ആണ് അല്ലേ? 8 ആൾക്കാരാണ്. അപ്പൊ റേഷ്യോ അപ്ലൈഡ് ടു സെലക്ടഡ് എത്ര വരും? 8:3. ഓക്കെ, 8:3. ഓക്കെ, മൊത്തം 8 പേരുണ്ടാണെങ്കിൽ 3 പേരെ സെലക്ട് ചെയ്തു, 5 പേരെ എന്ത് ചെയ്തു? 5 പേരെ റിജക്ട് ചെയ്തു, അൺസെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയാണ്? അപ്ലൈഡ് ആയിട്ടുള്ള എത്ര പേര് കുറഞ്ഞു? 35 ആൾക്കാരെ കുറവാണ്. ഇനിഷ്യൽ റേഷ്യോന്ന് അപ്ലൈ ചെയ്തവര് 35 ആൾക്കാർ കുറവാണെങ്കിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. -35. ഇനി സെലക്ട് ചെയ്തവർ എത്ര പേര് കുറഞ്ഞു? 10 പേര് കുറഞ്ഞു. അപ്പോൾ -10. ഇനിഷ്യൽ റേഷ്യോ എഴുതി, ഫൈനൽ റേഷ്യോ എഴുതി, ചേഞ്ച് ഇൻ റേഷ്യോ എഴുതി. ഓക്കെ, ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് 39 × 3 14 × 8. അതിന്റെ ഡിഫറൻസ് എടുക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിഫറൻസ് എടുക്കണം. 39 × 3 -14 × 8. ഓക്കെ, 39 × 3 117, 117 14 × 8 എന്ന് പറയുമ്പോൾ 112, 5 യൂണിറ്റ്. ഈ 5 യൂണിറ്റ് എന്ന് വെച്ചാൽ ഇത് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 8 × -10 3 × -35 ഈക്വൽ ടു 8 × -10 8 × -10 3 × -35 ഡിഫറൻസ്. അപ്പം -35 × 3. ഓക്കെ, അപ്പം 5 യൂണിറ്റ് നമുക്ക് കിട്ടി. 5 യൂണിറ്റ് ഈക്വൽ ടു 80 - 35 ഇൻറ്റു 80 -80 -35 × 3 എന്ന് പറയുമ്പോൾ +25. 5 യൂണിറ്റ് 25 കിട്ടി. 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 5 ആണ്. ഓക്കെ, 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 5 ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് എത്രയാണ് ചോദിച്ചേക്കുന്നത്? എത്ര പേര് ജോബിന് അപ്ലൈ ചെയ്യുന്നു? അപ്പം ഇനിഷ്യൽ എത്ര ഉണ്ടായിരുന്നു? 39 യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പം 39 യൂണിറ്റ് എന്ന് വെച്ചാൽ 39 × 5 = 195. 195 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഇനിഷ്യൽ റേഷ്യോ തന്നിട്ടുണ്ട്, ഫൈനൽ റേഷ്യോ തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റിനും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനാവും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓപ്ഷൻ സി ആണ് 195.